ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളും വേദനകളും അനുഭവിക്കാതെ ഒന്നും നമുക്ക് നേടാനാവില്ല. പക്ഷേ കഷ്ടപ്പെടാനോ വേദനകൾ അനുഭവിക്കുവാനോ ചില നഷ്ടങ്ങൾ വരുത്തുവാനോ നാം തയ്യാറല്ലെങ്കിൽ പിന്നെ നേട്ടങ്ങൾ നമ്മളിൽ നിന്നും എപ്പോഴും അകലം സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഞാനൊരു ചെറു കഥ പറയാം. അത് സാങ്കല്പികമാണെങ്കിലും അതിലൊരുപാട് ഗുണപാഠങ്ങളും ചിന്തിക്കുവാനുള്ള കാര്യങ്ങളുമുണ്ട്. ഒരു രാജകൊട്ടാരം. അതിലതിമനോഹരമായ ഒരു പ്രതിമയെ അവിടുത്തെ രാജാവ് എല്ലാ വിശിഷ്ടതകളോടുകൂടിയും പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും വിലമതിക്കാനാകാത്ത രത്നമണികളും മുത്തുമണികളും കൊണ്ട് അതിനെ അലങ്കരിച്ചു. അമൂല്യമായ ആ ഒരു പ്രതിമയെ അവിടുത്തെ ജനങ്ങൾ വളരെ ഭക്തിയോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഒരിക്കൽ ആ കൊട്ടാരത്തിലെ രാജ്ഞി ഈ പ്രതിമയുടെ ഈ ഒരു ഭക്തി ജനങ്ങൾ അതിനോട് കാണിക്കുന്ന ആദരവിലും ബഹുമാനത്തിലും അതിശയപ്പെട്ടുകൊണ്ട് ആ രാജ്ഞിയെപ്പോലും ഇത്രമാത്രം ജനങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ ഈ ഒരു പ്രതിമയെ മാത്രം ഇത്രയധികം ബഹുമാനിക്കുകയും ആദരിക്കുവാനുള്ള വിജയ രഹസ്യത്തെക്കുറിച്ച് ആ പ്രതിമയോട് ചോദിച്ചു. പ്രതിമ പറഞ്ഞു തുടങ്ങി, ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളും വേദനകളിലൂടെയും കടന്നുപോയതിന് ശേഷമാണ് ഞാനിവിടെ ഈ ഒരു ആദരവോടെ നിൽക്കുന്നത്. ഒരു നാൾ വനാന്തരത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന കളിമണ്ണായിരുന്നു ഞാൻ. അതൊരു ശില്പിയുടെ കയ്യിൽ കിട്ടുകയും അതിനുശേഷം ഒരുപാട് അടിച്ചുപരത്തലുകളും വെട്ടിഞ്ഞുറുക്കലുകളും ചുട്ടെടുക്കലുകളും ചായം ചേർക്കലുകളും ഒക്കെ ചേർന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് കൈകളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്താണ് ഞാൻ ഇന്ന് ഈ നിലയിൽ തിളങ്ങി നിൽക്കുന്നത്. എന്നിലെ ഭംഗി കൊണ്ട് മാത്രമല്ല ജനങ്ങൾ ഇത്രമാത്രം എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. എൻ്റെ പിന്നിൽ എന്നെ അടിച്ചുപരത്തി എന്നെ പാകപ്പെടുത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഈ ഒരു സമൂഹം, അവർ എൻ്റെ വിജയത്തിൻ്റെ ഭാഗമാണ്. അതെ, കഷ്ടനഷ്ടങ്ങളില്ലാതെ ഒന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവ്, അതാണ് ജീവിതത്തിൻ്റെ അടിത്തറ.